പക്ഷെ എന്നാലും ഒരു ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും, ഒന്ന് ചിന്തിക്കും. നടന്നു വരുന്നത്, പോകുന്നത്, മറ്റ് വസ്ത്രധാരണം എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോ പുരുഷനും ഒരു സ്ത്രീക്ക് എത്ര ബഹുമാനം കൊടുക്കണം, എങ്ങനെയാണ് അതിന്റെ ഒരു. ചോദിച്ചോട്ടെ, അജിത് കുമാറിന്റെ ആദരവ് ഇരിക്കുന്നത് വസ്ത്രത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിലും വേണം. അത് പ്രവൃത്തിയും വേണം. വസ്ത്രധാരണം നമ്മൾ ആദ്യം ഏതൊരാളിനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം വസ്ത്രമല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്വഭാവവും പിന്നെയുള്ള പുള്ളിക്കാരി എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പുരുഷന്മാർ എപ്പോഴും ഒരു മാനദണ്ഡം ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്. മറുപടി വേണ്ടേ? തീർച്ചയായിട്ടും. താങ്കളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണോ ഞങ്ങൾ ഇവിടെ ജീവിക്കേണ്ടത്? എന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. താങ്കളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുരുഷന്മാരുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നതാണല്ലോ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ വസ്ത്രം ധരിച്ച് നടക്കാനായിട്ട്? ഞങ്ങളുടെ വസ്ത്രത്തിന് അനുസരിച്ചാണോ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളായാലും ഞങ്ങളുടെ കരിയർ ആയാലും ഇതെല്ലാം എന്താണ്, എത്ര ബഹുമാനം അർഹിക്കുന്നു നിങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ അളവ് നിങ്ങൾക്ക് ആരാണ് പറഞ്ഞത്? നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ അവകാശമാണ്. ബഹുമാനിച്ചോളൂ. നിങ്ങളുടെ ബഹുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആർക്കാണ് വേണ്ടത്? ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ടോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എന്റെ തീരുമാനത്തിലാണ് ഇരിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് താങ്കൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ വിഷയം വരുന്നത് ആദ്യം മനസ്സിലാക്കണം. ഞാൻ വ്യക്തമായി കേട്ടിരുന്നു. എനിക്ക് പറയാനുള്ളത് ആർജവും കൂടെ താങ്കൾ കാണിക്കണം എന്നുള്ളതുണ്ട്. പറയുന്ന കാര്യം കേൾക്കാൻ പോലും സമ്മതിക്കാതെ ഇയാൾ എന്ത് പുരുഷ പ്രതിനിധിയാണ്? എന്റെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഈ കേരളത്തിലെ വലിയൊരു വിഭാഗം സ്ത്രീകൾ, ഇപ്പോഴത്തെ ജൻസി പിള്ളേർ ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമായിരിക്കും, പക്ഷേ വലിയൊരു വിഭാഗം സ്ത്രീകൾ ഇനി ഇരിക്കുന്നുണ്ടല്ലോ, ഇവര് പറയും കൃത്യമായിട്ടും ആ കുട്ടി എങ്ങനെയാണ് എന്താണെന്നുള്ളത്. കാരണം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ബാധിച്ചിട്ടുള്ളവരെ നമ്മളൊക്കെ മലയാളികളായിട്ടുള്ള സംസാരിക്കരുത്. താങ്കൾ പറഞ്ഞു ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. ആ സമയം ഞാൻ സംസാരിക്കും. ഒരുപാട് പേര് താങ്കളെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ വസ്ത്രത്തിന്റെ കാര്യം വസ്ത്രധാരണം. ചെയ്യേണ്ടതായിട്ട് തമ്മിൽ എന്ന് പറഞ്ഞ ഷോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഈ ഷോയിൽ നമുക്ക് പെർട്ടിക്കുലറായിട്ട് കുറച്ച് ആൾക്കാർ എന്താ പറയുക, വസ്തുതാപരമായി തിയറട്ടിക്കലായിട്ട് സംസാരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പം കുറച്ച് സ്ത്രീകൾ ഓപ്പോസിറ്റ് വന്നിരുന്നിട്ട് എന്താ പറയുക, ഡ്രസ്സിങ് നമ്മളുടെ ഫ്രീഡമാണ് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടല്ലോ. ഡ്രസ്സിങ് ഫ്രീഡം ആണെന്ന് വാദിക്കുന്ന കുട്ടികളടക്കം അവിടെ വന്നിരിക്കുന്ന ആ കുട്ടികളെല്ലാം മറ്റേ ഒഴുക്കിനൊത്ത് നീന്തുക എന്നതുപോലെയാണ് എനിക്ക് ഷോ കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഭൂരിപക്ഷം ഉള്ളിടത്തോട്ട് ചാഞ്ഞ് നിന്ന് എന്താ പറയുക അതിന്, അങ്ങനെ ഒരുതരം സപ്പോർട്ടിങ്. അല്ലാണ്ട് ഇവരുടെ ഉള്ളിൽ പലർക്കും ഇതിൽ എതിരഭിപ്രായം ഉള്ളവരായിരിക്കും, റിലീജിയസ് വൈസിലായാലും പിന്നെ നമ്മുടെ സോഷ്യലി എങ്ങനെയായാലും. പക്ഷേ ഇവരൊക്കെ എന്താ ഇപ്പം, അതായത് പ്രസൻ്റ്ലി ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പം ഭൂരിപക്ഷം ആൾക്കാർ കിടന്ന് എന്തിനു വേണ്ടിയിട്ട് സംസാരിക്കുന്നു അതിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതുപോലൊരു ഷോയിലേക്ക് നമ്മൾ കുറച്ച് ആൾക്കാരെ കൊണ്ടിരുത്തുമ്പം ജെൻസി എന്ന് പറഞ്ഞ് കുറച്ച് ഉള്ള കുട്ടികളെ കൊണ്ടിരുത്തിയിട്ട് ഇതുപോലെ സ്വന്തമായ നിലപാടിന് പകരം മറ്റുള്ളവരുടെ ഭൂരിപക്ഷത്തിൻ്റെ സ്റ്റാൻഡിലേക്ക് ഒരു ചാഞ്ഞ് നിന്ന് സംസാരിക്കുന്ന വ്യക്തികളെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അങ്ങനെയുള്ളവരെ അല്ലാണ്ട് കുറച്ച് നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഇതുപോലുള്ള ഷോയിൽ കൊണ്ടിരുത്തുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് ഈ ഷോ എത്തുമ്പം അത് കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവും, ഗുണം ചെയ്യും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വരുന്നത്. നമ്മൾ ഒരു കാര്യം മറന്നു, യൂട്യൂബിൽ ധനാഗമ മാർഗം ആയതുകൊണ്ട് ഈ കുറച്ചുകൂടെ ഈ ലൈക്സും കൂടാൻ വേണ്ടി അങ്ങനെ ഡ്രസ് ഇട്ട് വരുന്നുണ്ട്. ഈ വാർത്താ ലോകത്തും അതിപ്പോ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാനൊക്കെ ഇതൊരു കാലം ഇതുവരുമല്ല. അതായത് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പഠനം, ഇൻസ്റ്റാഗ്രാം ടീനേജ് പെൺകുട്ടികളുടെ മെന്റൽ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് അവരെ സെൽഫ് സെക്ഷലൈസ് ചെയ്യുന്നു, കൂടുതൽ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സെൽഫ് സെക്ഷലൈസ് ചെയ്ത വീഡിയോസ് റീൽസും ചെയ്യുന്നുണ്ട്. ഒരു സൈക്കോളജിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുമ്പം അതിനെ അവർ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ഒരു ഡ്രസ് കോഡ് ഉണ്ടല്ലോ. അതെന്താണ്? കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ ആ ഡ്രസ് കോഡ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് പോകുന്നു, അല്ല ജോലിക്കില്ല, ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നു. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്കൊരു ഡ്രസ് കോഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇന്ന ഡ്രസ്സ് ഇട്ടിട്ട് പോകണം, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇട്ടിട്ട് പോകണം എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മാനേഴ്സ് ആൻഡ് മാനറിസംസ് ഒക്കെ നമ്മൾ ഏകദേശമൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് കോഴ്സ് വരെയുണ്ട്, അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സസ് ഉണ്ട്, ഇൻ്റർവ്യൂ എന്താ പറയുക മാനേഴ്സിൻ്റെ കോഴ്സസ് ഉണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ പഠിക്കുന്നത് എന്തിനാണ്? ഇതൊക്കെ ഒരു പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളിടുന്ന ഡ്രസ്സുകൾ, നമ്മളുടെ മാനറിസം, ഇതെല്ലാം നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നു. നമ്മളുടെ ഡ്രസ്സിൻ്റെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, അതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റി എന്താണോ അത് റിവീൽ ചെയ്യുന്നു. പിന്നെ നമ്മുടെ നാടിൻ്റെ ഒരു കൾച്ചർ, നമ്മുടെ നാടിൻ്റെ കൾച്ചർ എന്താണ്? നമ്മുടെ നാടിൻ്റെ കൾച്ചറിലേക്ക് മുമ്പ് ഇവർ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ശില്പങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കൊത്തിവെച്ചിരിക്കുന്ന അർദ്ധനഗ്നകളായ ദേവതകളുടെ ശില്പങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതേന്നെ, അതൊക്കെ ഒരു കാലത്ത് സംഭവിച്ചിരുന്നതാണ്. അതൊക്കെ ഫൈറ്റ് ചെയ്ത് നമ്മുടെ മാറുമറയ്ക്കൽ സമരം, അങ്ങനെ പല സമരങ്ങളിലും പല കാലഘട്ടങ്ങളിലെ എഡ്യൂക്കേഷൻ
കൂടി വന്നപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസം അനുസരിച്ച് സംസ്കാരത്തിന് വ്യത്യാസം വന്നപ്പോഴും ഒക്കെ നമ്മൾ ഇതിനെല്ലാം പഠിച്ചുകൊണ്ട് വരികയായിരുന്നു. പഠിച്ചുകൊണ്ട് വന്നപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്തു. നമ്മൾ അതിലൊക്കെ കുറച്ചും കൂടെ ക്യാപ്പബിളായി നമ്മൾ അതിനെയൊക്കെ ബാലൻസ് ചെയ്തു. നമ്മുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളിലായാലും നമ്മുടെ സംസ്കാരത്തിൻ്റെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ ഇവർ പറയുന്ന ഓപ്പറേഷൻ കാര്യങ്ങളെല്ലാം നമുക്കത് ഒരു തരത്തിൽ അത് ശരിയല്ലേ? അതൊക്കെ ഒരു പഠനം, അതുപോലെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ലേ. ചുമ്മാതൊന്നും അല്ലല്ലോ ഇവർ വിളിച്ച് പറയുന്നേ. അതിനെ ഒന്നും അറിയാതെ വന്നിരുന്നുകൊണ്ട് പറ്റത്തില്ല, ഞങ്ങൾ അംഗീകരിക്കില്ല, പറ്റില്ല, ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ചേച്ചിമാർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഹനാൻ ആ ഡ്രസ് ഇട്ടുകൊണ്ടുവന്ന് ഹനാൻ്റെ ചോയ്സ്, ഹനാൻ്റെ സ്വാതന്ത്ര്യം. പക്ഷേ ഹനാനെ അങ്ങനെ വിലയിരുത്തുള്ളൂ. ഹനാൻ ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഹനാനെ നമ്മൾ കാണുമ്പോൾ ഹനാൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് മറ്റുള്ളവർ വിലയിരുത്തുന്നതിൽ അങ്ങനെ വിലയിരുത്തും. ഹനാൻ മോശം കുട്ടിയാണ് എന്ന് ചില ആൾക്കാർ പറഞ്ഞാൽ ഹനാൻ അത് കേൾക്കേണ്ടി വരും. ഹനാൻ ഇട്ടോട്ടെ, ഹനാൻ എന്തെങ്കിലും ചെയ്തോട്ടെ, ഹനാൻ ഇടുന്ന ഡ്രസ്സ് ഓക്കെയാണ്, കാണാൻ ഭംഗിയുണ്ട്, പലരും നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്, പല രീതിയിൽ ആസ്വദിക്കുന്നുണ്ടാകും. പക്ഷേ പേഴ്സണാലിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹനാൻ്റെ പേഴ്സണാലിറ്റി മോശമാണെന്ന് ഒരു കൂട്ടർ പറയുന്നതിന് എന്താ തെറ്റ്? എന്തിനാ അങ്ങനെ പറയാൻ പാടില്ല നിങ്ങൾ പറയുന്നത്? അത് അവരുടെ ചോയ്സ് അല്ലേ? അത് അവരുടെ ചോയ്സ് അല്ലേ? നിങ്ങൾ കാണിക്കുന്നതിനെ വിലയിരുത്തുക എന്നുള്ളത് അവരുടെ ചോയ്സാണ് അല്ലേ? ശരിയല്ലേ? പിന്നെ പല രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ചില ആൾക്കാർ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിട്ട് ഫാഷൻ ഡിസൈനറാണ് അല്ലെങ്കിൽ മോഡലാണെന്ന് പറഞ്ഞിട്ട് അതിനെ എടുത്തുകൊണ്ട് വന്ന് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും പബ്ലിഷ് ചെയ്യുമ്പോൾ ഈ പറയുന്ന സെയിം സൈക്കോളജിക്കൽ ഇഷ്യൂ ഉള്ള ആൾക്കാർ അത് കണ്ടിട്ട് വേറൊരാളിലേക്ക് അവരുടെ ആ ഒരു അഗ്രഷൻ, അവരുടെ ഒരു ഡിപ്രഷൻ, അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി പോകുമ്പം അവിടെ അഫക്റ്റ് ചെയ്യപ്പെടുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളും പ്രായമായ സ്ത്രീകളും പലരുമായിരിക്കും. അതിന് നിങ്ങൾ ഉത്തരവാദികളാണ്. പ്രൊവോക്കേഷൻ അതൊരു തെറ്റ് തന്നെയാണ്. അത് ഏത് തലത്തിലായാലും പ്രൊവോക്കേഷൻ തെറ്റ് തന്നെയാണ് അല്ലേ? ബാക്കിയാക്കാം നമുക്ക്. എല്ലാം സംസ്കാരത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഈ പറയുന്ന ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഉപയോഗിച്ച പദങ്ങളാണ്. ടെമ്പിൾ ആർക്കിടെക്ചറിൽ സ്ത്രീകളുടെ ശരീരത്തെ കൊത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതിന് ഇമ്മോറൽ ആണെന്നും ഒബ്സീൻ ആണെന്നും ഏറ്റവും ഇൻഡീസന്റ് ആണ് എന്നും ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ചരിത്രത്തിൽ രേഖപ്പെടുത്തി. അവിടെ നിന്ന് ബ്രിട്ടൻ ട്രാവൽ ചെയ്ത് ഇവിടെ വരെ എത്തി. എന്നിട്ടും ഇന്ത്യയിൽ അക്കാലം തന്നെ ഇത്രയും ഈ പറയുന്ന പോലെ എക്സ്പോസ് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അത്രയും മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള കലാപാരമ്പര്യവും ചരിത്രവും സാംസ്കാരികത ഉണ്ടായിരുന്നിട്ട് നമ്മൾ ഇതുവരെയും ആ ഒരു പേസിനൊപ്പം ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പറയുകയാണെങ്കിൽ രൺവീർ സിംഗിനെ പോലെയുള്ള സിനിമാ താരങ്ങൾ വളരെ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേരിൽ ജെൻഡർ ഫ്ലൂയിഡിറ്റി എക്സാക്ട്ലി അതിന്റെ പേരിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന തരമുള്ള ഡ്രസ്സ് സ്കേർട്ട് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോംസിൽ അപ്പിയർ ചെയ്ത് തുടങ്ങി. അപ്പൊ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്ത് ഇവിടെ വരെ എത്തി. അപ്പൊ നമ്മൾ ഡ്രസ്സിംഗ് പോസിറ്റിവിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യണം. അതിൽ ഇത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ഒരു ഗേള് അവൾക്ക് കംഫർട്ടായ ഡ്രസ്സ് ധരിക്കണം എന്നുള്ള അവളുടെ ചോയ്സ് ആണ്. ഒരു സമൂഹത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവൾ ഡ്രസ്സ് ധരിക്കേണ്ടത്. അല്ല, അവളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പുരുഷൻ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ധരിപ്പിക്കാൻ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഇവിടുത്തെ സ്ത്രീകൾക്ക് എന്നെ ഒപ്പോസ് ചെയ്യാം. ഞങ്ങൾ ജനിക്കുമ്പോ തൊട്ട് ഓരോ ഒബ്സ്റ്റക്കിൾസ് താണ്ടിയാണ് വരുന്നത്. എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിന്തിക്കണം, ചിരിക്കണം എന്ന് വരെ ഓരോ ആൾക്കാർ പറഞ്ഞത് വെച്ചിട്ട് ഞങ്ങൾ ഏറ്റവും അവസാനം ഇവിടെ കോൺഫിഡന്റ് ആയിട്ട് വന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ അത്രയും ഒബ്സ്റ്റക്കിൾസ് താണ്ടിയാണ്. അപ്പൊ ഞങ്ങൾക്കുള്ള ബോധ്യമുണ്ട് എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നും എങ്ങനെ പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ള ബോധ്യമുണ്ട്. പിന്നെ അടുത്തൊരു മെയിൽ കേസ് പൊതുസമൂഹത്തിൽ എങ്ങനെ ധരിക്കണം എന്നുള്ള ബോധ്യം അതാണ് വേണ്ടത്. എനിക്ക് പറയാനുള്ളത് ഈ സ്വാതന്ത്ര്യം ഇവിടെ എല്ലാവരും സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. സ്വാതന്ത്ര്യം നമുക്കുണ്ട്, അതനുസരിച്ച് നമ്മൾ ഡ്രസ് ചെയ്യണം. എല്ലാ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതനുസരിച്ചുള്ള ഡ്രസ് കോഡ് എന്തായാലും നല്ലതാണ്, വേണ്ടതാണ്. അതിനകത്ത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു സാമൂഹിക ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോ വീട് എന്തിനാ അടച്ചു കിടക്കുന്നത്? നമ്മുടെ വീട് തുറന്നിടാൻ പറ്റാത്തതുകൊണ്ട്. എന്തുകൊണ്ടാണ് കള്ളൻ വന്ന് കയറും എന്നുള്ള ഒന്നാമത്തെ കാര്യം. അപ്പൊ കള്ളൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ വീട് അടച്ച് അതിന് ആ ഒരൊറ്റ കാരണം കൊണ്ടാണല്ലോ ഇത് അടച്ചിരുന്നത്. അപ്പൊ നമുക്ക് എവിടെയോ എന്തോ ഒരു ഉത്തരവാദിത്വം, ഒരു കമ്മിറ്റ്മെന്റ്, സോഷ്യൽ കമ്മിറ്റ്മെന്റ്, സാമൂഹിക ഉത്തരവാദിത്വം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ തരത്തിലേക്ക് പോകുന്നത്. ഒരു ഒബ്ജക്റ്റ് ആയി കാണുന്ന, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയി കാണുന്നവർ മാത്രമേ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന് നിയന്ത്രണം വേണം എന്ന് ആവശ്യപ്പെടുക. സ്ത്രീകൾ പറയിപ്പിക്കില്ല. പറയാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ, വസ്തുതയാണ് ഞാൻ പറയുന്നത്, ഒരു സൈഡ് നിന്നിട്ടല്ല, വസ്തുത പറയാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കില്ല. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരും, ഭാവിയിൽ അവർക്ക് മക്കളുണ്ടാവും, അവർ വളർന്നു വരേണ്ട ഈ ലോകത്തിൽ ഇവരുദ്ദേശിക്കുന്ന വസ്ത്ര സ്വാതന്ത്ര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വസ്ത്രം കുറച്ച് ബിക്കിനിയോ അണ്ടർ ഗാർമെൻറ്റ്സ് ഇട്ട് നടക്കണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നടക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ജീൻസും ക്രോപ്പ് ടോപ്പും ഇടുന്നതിന് ആരാ ഇവിടെ കുറ്റം പറഞ്ഞേ?
എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ ഇവിടെ വന്നിരിക്കുന്ന വസ്തുത പറയുന്നവരാരും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഈ ജീൻസും ക്രോപ്പ് ടോപ്പും മിഡിയും ടോപ്പും സ്കേർട്ട് ആൻഡ് ടോപ്പ് പലാസോ പാൻറ് ആൻഡ് ടോപ്പ് അങ്ങനെ ഇടുന്നതിനെ പറ്റി അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇടുന്നതിനെ പറ്റി കുറ്റം പറയുന്നവരല്ല. അവരൊക്കെ കുറ്റം പറയുന്നത് ഇപ്പം പെർട്ടിക്കുലർ അവിടെ ഒരാൾ വന്നിരിപ്പുണ്ട് അതേപോലുള്ള ഡ്രസ്സ് മറ്റുള്ളവരെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യാം. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ആണുങ്ങളെല്ലാവരും ഒരേ മെൻറ്റാലിറ്റി ഉള്ളവരല്ല, ഒരേ സൈക്കോളജിക്കൽ കപ്പാസിറ്റി ഉള്ളവരല്ല, ഒരേ എന്താ പറയുക ബ്രെയിൻ പോലും പലരുടെയും പല രീതിയിലാണ്. ഈ പറഞ്ഞ ഫ്രണ്ടൽ ലോബ് വെച്ചിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നിടത്ത് ചില ആൾക്കാർക്ക് അത് പറ്റില്ല. അവരുടെ കുറ്റം പോലും അല്ലത്. അങ്ങനെയുള്ളവരെ പ്രൊവോക്ക് ചെയ്തിട്ട് അങ്ങനെയുള്ളവരെ എന്താ പറയുക പ്രൊവോക്ക് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കുന്ന ഈ കണ്ട കാര്യങ്ങൾ തുണിയില്ലാതെ നടക്കുക എന്ന് പറയുന്നത് ജീൻസും ക്രോപ്പ് ടോപ്പും അല്ല കേട്ടോ. തുണിയില്ലാതെ ഈ കാണിക്കുന്ന വേഷം കെട്ട് സോഷ്യൽ മീഡിയയിലായാലും ലൈവായിട്ടായാലും അതിനെ ഇവരുടെ മൈൻഡിൽ ഇവരുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഫ്രസ്ട്രേഷൻ കൊണ്ടാ തീർക്കുന്നത് ഈ പാവം പിടിച്ച കുഞ്ഞുങ്ങളിലേക്കും പ്രായമായ സ്ത്രീകളിലേക്കും അല്ലെങ്കിൽ വേറെ കുടുംബത്തിലുള്ളവരിലേക്കും ഒക്കെ ആയിരിക്കും. അതുണ്ടാവരുത്. അത് തടയണമെന്ന് ഇവർ ഒരു തിയററ്റിക്കൽ വൈസ് ഈ പറയുന്ന ആളുകൾ അറിവുള്ളവർ വിളിച്ച് പറയുമ്പോൾ തൊട്ടടുത്തിരുന്ന് നമ്മുടെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പുള്ളിക്കാരി അവിടെ ഇരുന്ന് പേരിൻ്റെ മൈൻഡിൽ നിന്ന് ഇപ്പോൾ പോയിട്ടുള്ളത് അതുകൊണ്ടാണ് പറയാത്ത പുള്ളിക്കാരി അവിടെ ഇരുന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്, പറയാൻ സമ്മതിക്കുന്നില്ല. അവർക്ക് അവരെന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും? അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഡലാവേണ്ട ആൾക്കാരാണ്. മറ്റുള്ളവർക്ക് കാര്യങ്ങൾ വസ്തുതകൾ പറഞ്ഞു കൊടുക്കേണ്ട സ്ത്രീയാണ് അവരെന്താ അവിടെ ഇരുന്ന് കാണിക്കുന്നത്? അവരെന്താ വിചാരിച്ചേ? അവരിങ്ങനെ പറഞ്ഞാൽ ഇനി ഭാവിയിൽ അടുത്ത വോട്ട് വരുമ്പം അടുത്ത ഇലക്ഷൻ വരുമ്പം ഈ പറഞ്ഞ ജെൻസി പിള്ളേരെല്ലാം അവർക്കിട്ട് കുത്തുന്നാ. ഒന്നും നടക്കാൻ പോകുന്നില്ല. ജെൻസി പിള്ളേർ വേറെ ലെവലാണ്, അത് വേറെ കാര്യം. ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഉള്ളിലുള്ള കാര്യമല്ല ഈ പുറത്ത് പറയുന്നത് നമുക്കറിയാം. സ്റ്റാൻഡില്ലാതെ സ്വന്തം വ്യക്തിത്വം സ്വന്തം ബ്രെയിൻ കൊണ്ടുപോയിട്ട് വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് പണയം വെച്ച് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇമ്മാതിരി ഡയലോഗ് പറയുമ്പം മറ്റുള്ളവരെ കൂടി പറയാൻ സമ്മതിപ്പിക്കാതെ വരുമ്പം അതൊക്കെ മനസ്സിലാക്കാൻ ഇവിടെ നമുക്ക് പറ്റും. ഓക്കെ, ഇനി ബാക്കി കേൾക്കാം നമുക്ക്. ഇവിടെ കുറേ ആൾക്കാർ ഇരുന്ന് ഘോരം പ്രസംഗിക്കുന്നുണ്ട്. എന്ത് കാര്യമാണ് പറയുന്നത്? കേൾക്കുന്നവർക്കറിയാം. പിന്നെ SK വന്നിട്ട് SKനെ PK എന്ന് വിളിക്കുന്ന കേട്ടോ വേറൊരു ചേച്ചി. SK ഇവിടെ നിൽക്കവിടെ എന്ന് പറയുന്നത് കേട്ടു. കൊള്ളാം, സൂപ്പറാണ് SKയുടെ ഒരു കാര്യം. SK എന്നാൽ പിന്നെ ഈ വസ്തുത പറയുന്നവരെ പറയാൻ സമ്മതിക്കും. അതുമില്ല, SKക്ക് പേടിയായിരിക്കും ഇവർ SKനെ പഞ്ഞി കിട്ടാലോ എന്ന്. കൂടുതൽ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നത് 13 വയസ്സിനുള്ളിൽ കുഞ്ഞു കുട്ടികൾക്ക് നേരെയുണ്ട്. എന്താ അവരുടെ ഡ്രസ്സിംഗിൽ എന്ത് പ്രശ്നമുള്ളത്? അമ്മുമ്മമാർക്കും അത്രയും ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് നേരെ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അവരുടെ വസ്ത്രധാരണത്തിന് എന്താ പ്രശ്നം? അതൊന്ന് മനസ്സിലാക്കി റേപ്പ് ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി ഉണ്ട്. സെക്ഷൽ ഫ്രസ്ട്രേഷൻ. ഒരു പുരുഷൻ എത്രത്തോളം സെക്ഷൽ ഇമേജുകൾക്ക് എക്സ്പോസ് ആവുന്നത് ഒരു ദിവസം അതിന്റെ പഠനങ്ങളുണ്ട്. നമ്മൾ ഹോർഡിങ്സും അഡ്വർടൈസ്മെന്റും മോഡൽസിന്റെ ഒക്കെ നോക്കുക. ആ സെക്ഷലി എക്സ്പോസ്ഡ് ആവുന്നത് ഒരു ടാർഗറ്റിൽ അല്ലല്ല ഒരു ടാർഗറ്റിൽ നിന്ന് നമ്മൾ സെക്ഷലി എക്സ്പോസ് നമ്മൾ ഭയങ്കര ട്രിഗേർഡ് ആയാൽ ഇപ്പൊ നമ്മൾ ഓഫീസിൽ നിന്ന് ബോസ് ചീത്ത പറഞ്ഞാൽ തിരിച്ച് ബോസിനോട് ചീത്ത പറയാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ പോയിട്ട് വേറെ ആരോടെങ്കിലും ദേഷ്യം തീർക്കും. ഇതേപോലെ ഇത് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറിയാണ്. നമ്മളൊരു സെക്ഷൽ ഒരു ടാർഗറ്റിൽ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആയാൽ അത് വേറൊരു ടാർഗറ്റിൽ കൊണ്ടുപോയി അതിന്റെ അഗ്രഷൻ തീർക്കും. അത് പറയുന്നതിൽ കാര്യമില്ല. കാര്യമില്ല എന്ന് പറയുന്നത് തിയറിയാണ് മാം, സൈക്കോളജിക്കൽ തിയറിയാണ്. ഞാൻ പറയുന്നതല്ല, കാര്യമില്ല എന്ന് ഞാൻ പറയുന്നതല്ലോ. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഡ്രസ് ഒരിക്കലും ഒരാളിനെ പ്രൊവോക്കേറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് അവനവന് ഇഷ്ടമുള്ള ഡ്രസ് നമ്മൾ കാണുന്നില്ലേ സാർ? ഒരു കാര്യം പറഞ്ഞിട്ട് നടക്കുന്നവർക്കും റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെന്താണ് എന്തെങ്കിലും ഉണ്ടോ അതിന്? അത് ഞാൻ പറയുന്നത് പെർവേർട്സിന് എന്തായാലും ഏത് കോലത്തിൽ കണ്ട ഒരാളിന് ഒരു പെണ്ണിനോടായാലും പലതും തോന്നാം, അവർ എന്തും ചെയ്യുന്നത്. അതല്ല ഒരിക്കലും സാധാരണ നടക്കുന്ന ഒരാളിനെ നിങ്ങളെ പോലുള്ള നിങ്ങൾ ഏതെങ്കിലും ഏജിനെയോ ഏതെങ്കിലും ഡ്രസ്സിനെയോ ഏതെങ്കിലും ഏതെങ്കിലും ഡ്രസ്സോ ഏജോ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ആളുകളോ റേപ്പ് ചെയ്യപ്പെടുന്നുള്ളത് അവരുടെ ഏതെങ്കിലും ഫീച്ചേഴ്സ് ഇതിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നല്ല അർത്ഥം. മറിച്ച് ഈ ഹോൾ സിസ്റ്റം ഹോൾ ജനറലി പറയുമ്പോൾ ഈ ഹോൾ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളെ ഈ റേപ്പ് ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ സെക്ച്വലി അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് പോകുന്നതിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം സെക്ച്വൽ അഗ്രഷൻ കാണിക്കുന്ന ആളുകൾ ആ ചെയ്യുന്ന കാര്യം ന്യായീകരിക്കാവുന്നതാണെന്നല്ല. അത് തന്നെ മോളെ പറഞ്ഞേ. ഇങ്ങനെയുള്ള ചില വ്യക്തികളുടെ വസ്ത്രധാരണങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് തുറന്നു കാണിക്കലുകൾ കണ്ടിട്ട് പ്രൊവോക്കായും അതുപോലെ അഗ്രസീവായും ഇവർ കൊണ്ട് തീർക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ മേലെ അമ്മൂമ്മമാരുടെ മേലെ വീട്ടിലിരിക്കുന്ന സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും നെഞ്ചത്ത് വരെ തീർക്കുന്നുണ്ടോ ഇല്ലയോ? അതായത് നമ്മുടെ സ്വന്തം സെക്സിനോട് തീർക്കുന്നില്ലേ? എന്തെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്? ഇതിനൊക്കെ കാരണം നിങ്ങൾ ഉത്തരവാദികളാണ്. നിങ്ങൾ കാര്യങ്ങൾ വസ്തുതകൾ പറയുമ്പോൾ മനസ്സിലാക്കാതെ ഇങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കിടന്ന് ഘോരം പ്രസംഗിക്കുന്നത്? നിങ്ങൾ ജീൻസും ടോപ്പ് ഇടുന്നതിന് ആരാ ഇവിടെ കുറ്റം പറഞ്ഞേ? ആരും കുറ്റം പറഞ്ഞിട്ടില്ല. പാൻറ്റും ഷർട്ടും ഉള്ള യൂണിഫോം ഉള്ള സ്കൂളുകളില്ലേ ഗേൾസിന്? പാൻറ്റും ഷർട്ടും ഉണ്ടല്ലോ, അതിനാരാ ഇവിടെ കുറ്റം പറഞ്ഞേ? ഈ എല്ലാം തുറന്ന് കാണിക്കുന്നു, ക്ലീവേജ് തുറന്ന് കാണിക്കുന്നു. വേണ്ട, ഞാൻ കൂടുതൽ പറയുന്നില്ല. അവിടെ എവിടെയും തുറന്ന് കാണിക്കുന്നു.
ഇങ്ങനെ കാണിച്ചു കൊടുത്ത് പ്രൊവോക്ക് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾക്കെതിരാണ് പറയുന്നത്. എല്ലാ ആണുങ്ങളും നോക്കും, എല്ലാവരും നോക്കും. പബ്ലിക്കിൻ്റെ മുമ്പിലിരുന്ന് കണ്ണു മിഴിച്ച് നോക്കിയില്ലെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുമ്പോൾ കൈ കിട്ടിയ രഹസ്യമായിട്ട് നോക്കും. അത് അവരുടെ ഫിസിക്കൽ സ്ട്രക്ചറാണത്. അവരെ ദൈവം അങ്ങനെയാണ് ഉണ്ടാക്കി വിട്ടിരിക്കുന്നത്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് വൈൽഡ് നേച്ചറാണ് ആണുങ്ങളുടെ മൈൻഡ് ആൻഡ് അനാട്ടമി ആൻഡ് ഫിസിയോളജി എല്ലാം, സൈക്കോളജിക്കലിയോ അങ്ങനെ എല്ലാ തരത്തിലും. അതാദ്യം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളെല്ലാവരും അത് മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വരുന്നവരെ അങ്ങ് കുറ്റക്കാരാക്കരുത്. എന്തൊരു കയ്യടിയാണ്, എന്തിനാണ് കയ്യടിക്കുന്നത് നിങ്ങൾ? ജെൻസി പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തുറന്നു കാണിക്കാൻ നടക്കുന്നത്. അതോ നിങ്ങളെന്താ തെറ്റിദ്ധരിച്ചോ? ജീൻസും ടോപ്പ് ഇടുന്നതിനാണ് ഈ പറയുന്നതെന്ന്? അല്ല, ഇത് മുഴുവൻ 1 മണിക്കൂറോളം വരുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്, അല്ല ടോക്കാണ്, ഡിബേറ്റാണ്. ഇത് നമുക്ക് ഫുൾ എടുത്തിടാൻ പറ്റില്ല. നിങ്ങൾ തമ്മിൽ പോയി കാണുക. നമുക്ക് കുറച്ച് പ്രസക്ത ഭാഗങ്ങളൂടെ കണ്ടിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്താണ് എങ്ങനെയാണെന്നുള്ളത്. സോഷ്യൽ എക്സ്പെരിമെന്റ് US നടന്നൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ പുരുഷന്മാരും സ്ത്രീകളൊക്കെ വസ്ത്രം ധരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീ ധരിക്കുന്ന വസ്ത്രത്തിൽ എമൗണ്ട് ഓഫ് സ്കിൻ കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്യപ്പെടുന്നത്? സ്ത്രീകൾ നല്ല സ്കിൻ ആയതുകൊണ്ടല്ല, അത് പുരുഷന്റെ മേലെ, സ്ത്രീകളുടെ മേലെ ഒരു പാട്രിയാർക്കിയൽ ആയിട്ടുള്ള ഒരു ഒപ്രഷൻ ഉണ്ട്. കാരണം അവൾ പ്രഷറൈസ്ഡ് ആണ്. അതായത് ഒരു സ്ത്രീ ചിന്തിക്കുന്നത് അവളുടെ വാല്യൂ ഒരു മിനിറ്റ് അവളുടെ വാല്യൂ എന്നുള്ളത് അവളുടെ സെക്സ് അപ്പീൽ ആണ് എന്നുള്ളത് സ്ത്രീകളെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവർക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ സ്റ്റാൻഡേർഡ് സ്ത്രീയുടെ, ഞാൻ പറഞ്ഞല്ലോ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ പഠനം 2007 പുറത്തിറങ്ങിയ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണിന്റെ ഇത് മാത്രമല്ല, പെൺകുട്ടികളെ, വളർന്നു വരുന്ന പെൺകുട്ടികളെ ഈ വസ്ത്രധാരണം അവരെ സെൽഫ് സെക്ഷലൈസ് ചെയ്യുന്നുണ്ട്. അവരും കൂടുതലായിട്ട് എമൗണ്ട് ഓഫ് സ്കിൻ എക്സ്പോസ് ചെയ്യാണ്. എന്തിനാണ് സ്ത്രീകൾ കൂടുതൽ എമൗണ്ട് ഓഫ് സ്കിൻ ഇല്ലാതെ? ഡ്രസ്സ് എപ്പോഴും പ്രൊവോക്കേറ്റീവ് ആണെന്നല്ല പറഞ്ഞത്. ആ ഡ്രസ്സ് കുറയും തോറും പ്രൊവോക്കേഷൻ കൂടുമെന്നാണ് പറഞ്ഞത്. ഒരു തിയറി പറയുമ്പോൾ അതിൽ കാര്യമില്ല എന്ന് പറയാൻ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? ഒരു തിയറി അംഗീകരിക്കണമെങ്കിൽ, അത് എഴുതി വെക്കപ്പെടണമെങ്കിൽ അതിന് പിന്നിൽ എത്രയോ റിസർച്ച് നടന്നിട്ടുണ്ടാവണം. അത് ഒറ്റയടിക്ക് പറ്റത്തില്ല, ഞാൻ അംഗീകരിക്കില്ല. നിങ്ങൾ അംഗീകരിക്കേണ്ടത് വിവരമുള്ളവർ അംഗീകരിച്ചാൽ മതി. നിങ്ങൾ അംഗീകരിക്കേ വേണ്ട. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന് പരിധി വേണമെന്നുള്ളതാണ്. എല്ലാവരും സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞു. ഈ സ്വാതന്ത്ര്യത്തിന് എന്താണ് സ്വാതന്ത്ര്യം? എന്റെ സ്വാതന്ത്ര്യം, ഞാൻ ഇങ്ങനെ കൈവീശി നടക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. സാറിന്റെ മൂക്കിന്റെ പരിധി കഴിഞ്ഞ് പോയാൽ അതിന്റെ ആണല്ലോ, മൂക്കവണ്ട കയറി ഇടിച്ചാൽ അത് ആപേക്ഷികമാണ്. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എപ്പോഴും ആപേക്ഷികമാണ്. എനിക്ക് നല്ലത് എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ എന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് അത് അസ്വാതന്ത്ര്യം, അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കരുത്. അതിനകത്ത് രണ്ട് തരത്തിലുണ്ട്. രണ്ട് കൾച്ചറിന്റെ രണ്ട് സംസ്കാരത്തിന്റെ ഒരു സംയോജനം കൂടിയുണ്ട്. പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ വരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പറഞ്ഞവരുടെ ഒക്കെ ഇടയിലുള്ള നമുക്ക് സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്വവും കടമയും ഒരു പൊതുബോധം എന്ന് പറയുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടായാൽ ആ പൊതുബോധത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മളിതിൽ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആരെയും പറഞ്ഞ് നന്നാക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഇവരുടെ ഈ ടോക്ക് കണ്ടിട്ട് വേറെ ആരും അതിൽ ഇൻസ്പിറേഷണൽ ആവരുത്. ഈ ഒരു തമ്മിൽ പറഞ്ഞ ഈ പ്രോഗ്രാം പോസിറ്റീവ് ഒരു ഇൻസ്പിറേഷനോ മോട്ടിവേഷനോ അല്ല കൊടുക്കുക, ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻസ്പിറേഷനോ കൊടുക്കുക. ആ ഇരിക്കുന്ന കുട്ടികളടക്കം എന്ത് കണ്ടിട്ടാണ് ഈ കൈയടിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പം നിങ്ങൾ അത് കണ്ടിട്ട് നമ്മുടെ മക്കളെ വളർത്തണോ, നമ്മുടെ മക്കളുടെ ഭാവി അല്ലെങ്കിൽ ഇനിയുള്ള തലമുറയുടെ ഭാവി എന്ന് കണ്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക, ഓരോരുത്തരുടെയും വീട്ടിൽ നിന്ന് തന്നെ. അല്ലാതിപ്പോൾ എന്താ ചെയ്യുക? ഇങ്ങനെ ഓരോ ഫെമിനിസ്റ്റുകൾ വന്നിരുന്ന് പറയുന്നതാണ്. PhD എടുത്ത ആൾക്കാർ റിസർച്ച് ചെയ്ത് തിയറി എഴുതി വെച്ചിരിക്കുന്നതാണോ ഇവർ വന്നിരുന്ന് പറയുന്നതാണോ ശരിയെന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക. ഓക്കെ, വിഷമമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ. നമ്മുടെ നാട്ടിലെ ഉള്ളെന്ന് തോന്നി ഇത്രയും മോശമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ, മീൻസ് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ. ആ വന്നിരുന്ന് പഠിച്ച് പറയുന്ന ആൾക്കാർ പറയാൻ കൂടെ സമ്മതിക്കുന്നില്ല. അവരെ അങ്ങോട്ട് ഷൂ ആക്കി കളയാണ്. ഷൂ വളരെ നല്ല കാര്യം.